മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു സാഗറിനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിലെടുക്കാൻ വേണ്ടിയിട്ട് കണ്ണനെ കാണാനായിട്ട് എത്തുന്നുണ്ടെങ്കിലും ദുർഗയും ഉണ്ണിയും ചേർന്നിട്ട് മഞ്ജുവിനോട് വളരെ മോശമായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. മഞ്ജുവിന് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്ന മഹാലക്ഷ്മിയാണെങ്കിൽ വിവരം കണ്ണനോട് പറയുന്നുണ്ടെങ്കിലും എനിക്കിനി അവളുടെ കാര്യത്തിൽ ഇടപെടാനായിട്ട് ഒരു താല്പര്യവുമില്ല എന്ന് പറയുകയാണ് കണ്ണൻ ചെയ്യുന്നത്. ഞാൻ കണ്ണേട്ടനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് മഞ്ജു ദുർഗയുടെയും ഉണ്ണിയുടെയും മുന്നിൽ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും നിന്നെപ്പോലെ ഒരുത്തി എനിക്കിനി മകളായിട്ടോ ഇവന് പെങ്ങളായിട്ടോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗ അവളെ കമലേശ്വരത്ത് നിന്നും അടിച്ചിറക്കാൻ നോക്കുന്ന സമയത്താണ് മഞ്ജു എന്ന് വിളിച്ചുകൊണ്ട് കണ്ണൻ വരുന്നത്. അപ്പോൾ കണ്ണനോട് എല്ലാം മഞ്ജു തുറന്ന് പറയുന്നുണ്ട്. മേഘൻ്റെ പരാതിയിൽ സാഗറിനെ അറസ്റ്റ് ചെയ്തു എന്നും കണ്ണേട്ടനെ എങ്ങനെയെങ്കിലും സാഗറിനെ ജാമ്യത്തിലെടുക്കണമെന്നും സാഗർ ഇപ്പോൾ വളരെ നല്ലൊരു മനുഷ്യനാണെന്നുള്ള കാര്യങ്ങളെല്ലാം മഞ്ജു കരഞ്ഞുകൊണ്ട് കണ്ണൻ്റെ മുന്നിൽ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും എനിക്കിത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു നിലപാട് തന്നെയാണ് കേട്ടോ കണ്ണൻ എടുക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന ദുർഗ ഇനി നീ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജുവിനെ വീണ്ടും അവിടെ നിന്നും അടിച്ചിറക്കാനായിട്ട് നോക്കുകയാണ്. മഞ്ജുവിൻ്റെ ആ നിസ്സഹായത കണ്ട് കണ്ണനും മഹാലക്ഷ്മിക്കും ശരിക്കും വല്ലാതാവുന്നുണ്ട്. പക്ഷേ സാഗറിനോടുള്ള വെറുപ്പ് ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ മഞ്ജുവിനെ സഹായിക്കാനായിട്ട് കണ്ണൻ തയ്യാറാവുന്നില്ല. അങ്ങനെ മഞ്ജു നിസ്സഹായതയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കമലേശ്വരത്തിൻ്റെ പടി ഇറങ്ങി പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും അവിടെ നിന്ന് പോയതിന് ശേഷം മേഘനോട് ചെയ്തതിനൊക്കെ അവളിനി അനുഭവിക്കാൻ കിടക്കുന്നതേയുള്ളൂ. കണ്ണൻ കൂടി കൈവിട്ടതോടെ അവളിനി എന്തു ചെയ്യുമെന്ന് നോക്കണമല്ലോ എന്നെല്ലാം ദുർഗ പറയുമ്പോൾ അയാൾ ഇനി അവളെ പോയി രക്ഷിക്കുമോ എന്ന് പറയാനൊന്നും പറ്റില്ല. അയാളുടെ സ്വഭാവം അതാണ്. മാത്രമല്ല വേണമെങ്കിൽ അവനെയും അവളെയും ഇവിടെ കയറ്റി താമസിപ്പിക്കാനും അയാൾ മടിക്കില്ല എന്നെല്ലാം ഉണ്ണി പറയുന്നുണ്ട് കേട്ടോ. മേഘേട്ടനല്ലേ ആ സാഗറിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മേഘേട്ടനെ തകർക്കാൻ വേണ്ടിയിട്ട് അയാൾ ചിലപ്പോൾ സാഗറിനെ ജാമ്യത്തിലിറക്കാൻ സാധ്യതയുണ്ട് എന്നും ഉണ്ണി പറയുന്നുണ്ട് കേട്ടോ ദുർഗയോട്. അതിനുശേഷം മുറിയിലെത്തുന്ന കണ്ണനോട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, മഞ്ജുവിൻ്റെ കണ്ണീര് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല കണ്ണേട്ടാ. അവൾക്കിപ്പോൾ നമ്മളല്ലാതെ മറ്റാരും ആശ്രയമില്ല. ഒരവസാന ആശ്രയം എന്ന നിലയിലായിരിക്കും മഞ്ജു കണ്ണേട്ടനെ കാണാൻ വന്നിട്ടുണ്ടാകുക. നമ്മളുകൂടി കൈവിട്ട് കഴിഞ്ഞാൽ മഞ്ജുവിനെ രക്ഷിക്കാൻ ആരാണുള്ളത്? കണ്ണേട്ടൻ അവളുടെ മുഖത്ത് നോക്കി അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്നെല്ലാം മഹാലക്ഷ്മി പറയുമ്പോൾ മഞ്ജുവിനോടുള്ള ദേഷ്യം കൊണ്ടല്ല മഹി ഞാൻ അവളോട് അങ്ങനെയൊക്കെ പെരുമാറിയത്. തന്നെ ഉപദ്രവിക്കാൻ നോക്കിയ സാഗറിനോടുള്ള വെറുപ്പായിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ. അപ്പോൾ പെട്ടെന്നൊന്ന് മനസ്സ് ഉലഞ്ഞു പോയി എന്ന് പറയുമ്പോൾ കണ്ണേട്ടൻ എന്തെങ്കിലും ചെയ്യണമെന്ന് മഹി വീണ്ടും പറയുമ്പോൾ എനിക്ക് ഈ കേസിൽ നേരിട്ട് ഇടപെടാൻ പറ്റില്ല. കാരണം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സാഗർ ആയതുകൊണ്ട് തന്നെ. പിന്നെ മഞ്ജുവിൻ്റെ കണ്ണീര് കണ്ടില്ല എന്ന് നടിക്കാനും പറ്റില്ല. എല്ലാത്തിനും കാരണം ഈ മേഘനാണ്. ആ മേഘൻ കാരണമാണ്. ആ മേഘൻ അവനെ അന്ധമായിട്ട് വിശ്വസിച്ച് സ്നേഹിച്ച മഞ്ജുവിന് എൻ്റെ പെങ്ങളെയാണ് അവൻ കരയിച്ചത്. അതിനവന് നഷ്ടങ്ങളുണ്ടാകണം മഹി. ഈ കേസിൽ സാഗറിനെ ഇറക്കാനായിട്ട് മറ്റൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ആ വഴിയിലൂടെ നീങ്ങാനായിട്ട് ഞാൻ മാർക്കോയെ വിളിച്ച് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മനസ്സിലെ ആ നീക്കം എന്താണെന്ന് കണ്ണൻ മഹിയോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉടനെ തന്നെ കണ്ണൻ മാർക്കോയെ വിളിച്ചിട്ട് ഈ കേസിലെ ലൂപ്പ് ഹോൾസിനെ കുറിച്ചും ഈ കേസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നും സാഗറിനെതിരെ പരാതി കൊടുത്ത മേഘന് അത് അവന് തന്നെ കുരുക്കാവേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം കണ്ണൻ ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല ബുദ്ധിമാനായിട്ടുള്ള ഒരു വക്കീലായതുകൊണ്ട് തന്നെ കേസിൻ്റെ ലൂപ്പ് ഹോൾസിനെ കുറിച്ചെല്ലാം നല്ല ധാരണയുണ്ട്. അങ്ങനെ തൻ്റെ മനസ്സിലെ പ്ലാൻ എന്താണെന്ന് മാർക്കോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ വഴിയിലൂടെ നീങ്ങാനും മാർക്കോയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാർക്കോ മാനസയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ മാനസയെ കണ്ടിട്ട് മാർക്കോ കാര്യങ്ങളെല്ലാം പറയുന്നു. മാനസയെ ചതിച്ച അവൻ ആ മേഘൻ ഇപ്പോൾ മഞ്ജുവിനെയും ചതിച്ചു. അവൻ്റെ ചതി തിരിച്ചറിഞ്ഞിട്ടാണ് മഞ്ജു സാഗറിനോടൊപ്പം ജീവിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടത്. അതറിഞ്ഞതോടെ മേഘൻ ഇപ്പോൾ സാഗറിനെതിരെ പരാതി കൊടുത്തു. ഇനി സാഗറിനെ ഇറക്കാൻ മാനസ വിചാരിച്ചാൽ മാത്രമേ കഴിയൂ. മാനസയെ പോലെ പല പെണ്ണുങ്ങളെയും വഴിയാധാരമാക്കിയിട്ടുണ്ട് മേഘൻ. അവനതിന് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണ്ടേ? അതിന് ഇതാണ് പറ്റിയ അവസരം. മാനസ എൻ്റെ കൂടെ വന്ന് പോലീസ് സ്റ്റേഷനിലെത്തി SIയോട് എല്ലാം പറയണം. എങ്കിൽ സാഗറിൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുന്ന SI സാഗറിനെ വിട്ടയക്കാം. SI എനിക്ക് നല്ല പരിചയമുണ്ട്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം ന്യായത്തിൻ്റെ ഭാഗത്തെ നിൽക്കൂ എന്നെല്ലാം മാനസയോട് പറയുന്നുണ്ട് കേട്ടോ മാർക്കോ. മാനസ അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ സാഗർ പുറത്തിറങ്ങുന്നു മാത്രമല്ല മാനസയെ പോലെ പല പെണ്ണുങ്ങളെയും ചതിച്ചു വഞ്ചിച്ച മേഘനെ പോലീസ് അറസ്റ്റ് ചെയ്യും എന്നുകൂടി മാർക്കോ പറയുമ്പോൾ
എന്നെ പോലെയുള്ള പല പെൺകുട്ടികളെയും വഞ്ചിച്ച അയാൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല എവിടെ വേണമെങ്കിലും ഞാൻ സാക്ഷി പറയാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മാനസ. അങ്ങനെ മാനസ മാർക്കോയോടൊപ്പം ചെയ്തിട്ട് മേഘൻ്റെ ആ ചതിയെക്കുറിച്ചെല്ലാം തെളിവ് സഹിതം തൻ്റെ മകൻ്റെ അച്ഛൻ മേഘനാണ് എന്നുള്ള തെളിവ് സഹിതം എല്ലാം ഹാജരാക്കി അവിടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ മാനസയുടെ മൊഴിയിൽ നിന്നും എല്ലാം എസ്ഐക്ക് ബോധ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് ചതിയനായ മേഘനെ പോലെ ഒരാളെ ഉപേക്ഷിച്ച് മഞ്ജു സാഗറിനോടൊപ്പം പോയതിൽ ഒരു തെറ്റുമില്ല എന്നുള്ള കാര്യം എസ്ഐക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ എസ്ഐ സാഗറിനെ നിരപാധികം വിട്ടയക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മഞ്ജുവിൻ്റെ കൈ കോർത്ത് പിടിച്ച് മഞ്ജുവും സാഗറും കൂടി കൈ കോർത്ത് പിടിച്ച് വരുന്ന ആ കാഴ്ച കണ്ട് രക്തം തിളച്ച് പോകുന്നുണ്ട് കേട്ടോ മേഘൻ്റെ. അപ്പോൾ മേഘനാണെങ്കിൽ സാഗറിനെ എന്നേക്കുമായിട്ട് അകത്തിടും, തൻ്റെ പരാതിയിൽ അകത്തിടും എന്നൊക്കെയാണ് കരുതിയിരുന്നത്. അതിന് പകരം അയാളെ വിട്ടയക്കും എന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ദേഷ്യം കൊണ്ട് വിറയ്ക്കാണ്. അങ്ങനെ തൻ്റെ പെങ്ങളെ ചതിച്ച മേഘനെ അയാൾ അർഹിക്കുന്ന പെണ്ണ് കേസിൽ പെടുത്തിയിട്ട് അയാൾക്ക് നല്ല തിരിച്ചടി തന്നെയാണ് കേട്ടോ കണ്ണൻ കൊടുക്കുന്നത്. മഞ്ജുവിനാണെങ്കിലോ താൻ ഇത്രയും കാലം മനസ്സിലിട്ട് നടന്ന മേഘൻ തന്നെ ചതിച്ചു. അപ്പോൾ അയാൾക്ക് ഇതുവരെയായിട്ടും അർഹിക്കുന്ന ഒരു ശിക്ഷ കൊടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല. അപ്പോൾ മേഘൻ്റെ മുന്നിലൂടെ സാഗറിൻ്റെ കൈ കോർത്ത് പിടിച്ചു വരുമ്പോൾ അവളെയും അത് വല്ലാതെ തന്നെ ഉള്ളിനുള്ളിൽ വല്ലാത്ത ഒരു സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ മഞ്ജുവിന്. പക്ഷേ കാര്യങ്ങളൊന്നും അവിടെ കൊണ്ടും തീരുന്നില്ല. മാനസയുടെ പരാതിയിൽ മേഘനെ പോലീസ് പൊക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തതിൻ്റെ പേരിൽ അയാളെ പോലീസ് അകത്താക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സാഗറിനെ ചതിക്കാൻ നോക്കിയിട്ട് സ്വയം അയാൾ പണി ഇരുന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും കൂടിയിട്ട് വാമനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. അപ്പോൾ നിൻ്റെ പെങ്ങൾ എൻ്റെ മോനോട് ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കണ്ണാ. നീ കൂടി അറിഞ്ഞിട്ടാണോ ഇതൊക്കെ? മേഘനെയും മഞ്ജുവിനെയും ഒരുപാട് കാലമൊന്നും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് നീ പറഞ്ഞത് ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണോ എന്നെല്ലാം സീമന്തിന് ചോദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ മേഘൻ്റെ സ്വഭാവം മറ്റാരേക്കാളും നന്നായിട്ട് അറിയാവുന്നത് നിങ്ങൾ രണ്ടുപേർക്കുമാണ്. അന്ന് മഹിയെ അവൻ പുറകെ നടന്ന് ശല്യം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എല്ലാം അറിഞ്ഞിട്ടും നിങ്ങളെല്ലാവരും ചേർന്ന് ഇയാളെ കുറ്റപ്പെടുത്തി. പിന്നെ മേഘനോടൊപ്പം ജീവിച്ചു തുടങ്ങിയപ്പോൾ അവൻ്റെ തനി സ്വഭാവം മഞ്ജുവിന് പിടികിട്ടി. അതാണ് അവൾ മേഘനെ ഉപേക്ഷിച്ച് മറ്റൊരു ജീവിതം തെരഞ്ഞു പിടിച്ചത്. അത് നിങ്ങളൊക്കെ കരുതുന്നത് പോലെ ഞങ്ങളുടെയൊന്നും മനസ്സറിവോടെ അല്ല എന്ന് കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ സീമന്തിനിയോട്. പക്ഷേ ഒന്നുണ്ട് കണ്ണ, എൻ്റെ മോനെ ചതിച്ച് നിൻ്റെ ഉണ്ടല്ലോ, അവൾ ഒരുപാട് കാലമൊന്നും ആ സാഗറിനോടൊപ്പം മനസമാധാനത്തോടെ ജീവിക്കില്ല, അവനിപ്പോൾ അകത്തായിട്ടുണ്ടാവും എന്നെല്ലാം സീമന്തിനി പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? മഞ്ജുവിൻ്റെ ജീവിതം നശിപ്പിച്ച നിങ്ങളുടെ മകനുള്ള ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. അവന് ഇപ്പോൾ പെണ്ണ് കേസിലകത്താണ്, അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് കണ്ണൻ തുറന്നടിക്കുന്നത് കേട്ട് ഞെട്ടിത്തരിക്കുന്നുണ്ട് കേട്ടോ വാമനും സീമന്തിനിയും. പിന്നീട് കാണിക്കുന്നത് മേഘനെ ലോക്കപ്പിൽ ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ മേഘനെ കാണാനായിട്ട് മാർക്കോ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ മാർക്കോയെ കാണുന്നതും ഇതിനെല്ലാം പുറകിൽ കളിച്ചിരിക്കുന്നത് നീയാണെന്ന് എനിക്ക് അറിയാം എന്ന് മേഘൻ പറയുമ്പോൾ, ഒരിക്കൽ എന്നെ ഇതുപോലെ ലോക്കപ്പിലിട്ടിരുന്ന സമയത്ത് നീ എന്നെ കാണാൻ വന്നിരുന്നു, നിനക്കത് ഓർമ്മയുണ്ടോ മേഘ? അന്ന് പക്ഷേ എൻ്റെ മേലിൽ ഇല്ലാത്ത കേസിനാണ് നീ എന്നെ പെടുത്തിയിരുന്നത്. എൻ്റെ ഭാഗത്ത് സത്യമുള്ളതുകൊണ്ടും കണ്ണൻ സാറിനെയും അനന്ത് സാറിനെ പോലെയും നല്ല വക്കീലന്മാരുള്ളത് ഞാൻ പുറത്തിറങ്ങി. പക്ഷേ നിൻ്റെ ഭാഗത്ത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നല്ല ഉറപ്പുള്ള കേസാണ് മേഘ. മാനസം നിനക്കെതിരെ കൊടുത്തിരിക്കുന്നത്. നീ എത്രയൊക്കെ തലകുത്തി മറിഞ്ഞാലും നിനക്ക് ഇവിടെ നിന്നും പോരാൻ കഴിയില്ല എന്ന് മാർക്കോ തുറന്നടിക്കുന്നത് കാണിച്ചാണ് ഈ ഒരു എപ്പിസോഡ് പൂർത്തിയാവുന്നത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന നല്ല മുഹൂർത്തങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്